ഇത് LG 21 ഇഞ്ച് ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ടി വി ഓൺ ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ടി വി അങ്ങ് ഓഫ് ആവും. അതായത് ഓസിലേഷൻ കട്ടായിട്ട് ഇതിൻ്റെ പവർ LED ഉണ്ട്, ബോർഡിലെ പവർ LED വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ഇതായിപ്പോൾ ബ്ലിങ്ക് ആവുന്നുണ്ട്, ഇങ്ങനെ ബ്ലിങ്കായി അങ്ങ് നിൽക്കും. പിന്നെ ഇത് ഓൺ ആവത്തില്ല. പിന്നെ ഇത് ഓഫ് ചെയ്തിട്ട് ചിലപ്പോൾ 1 മണിക്കൂറോ അരമണിക്കൂറോ കഴിയുമ്പോഴത്തേക്കും പിന്നെ ഓൺ ചെയ്താൽ ചിലപ്പോൾ ഓണാവും, ചിലപ്പോൾ ഓൺ ആവത്തില്ല. അപ്പോൾ അങ്ങനത്തെ കംപ്ലൈൻ്റാണ് ഈ ബോർഡ്. പവർ സപ്ലൈയിൽ വരുന്ന കംപ്ലൈൻ്റാണ്. പവർ സപ്ലൈ ഔട്ട്പുട്ട് ഹൈ ആയിരുന്നാലും വരും, ലോ വോൾട്ടേജ് ആയിരുന്നാലും വരും, അല്ലെങ്കിൽ ഹെച്ച് ഔട്ടിൻ്റെ അടുത്തൊരു ഡിസ്ക് ഉണ്ട്, അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ വരും. ഓക്കെ. പിന്നെ ബോർഡിൽ ഇപ്പോൾ ഇവിടെ നല്ല ഡ്രൈ ഉണ്ട്. ഓക്കെ. അപ്പോൾ ബോർഡ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഡ്രൈ സോൾഡർ ചെയ്യണം. അത് മാത്രമല്ല, ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഒരു 16 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്റർ. ആ കപ്പാസിറ്ററും ഇവിടെ മാറ്റണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെച്ച് ഔട്ടിൻ്റെ അടുത്തുള്ള ഡിസ്ക്, പിന്നെ പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് അതൊക്കെ നോർമലാണ്. 112-13 വോൾട്ടേജ് പവർ സപ്ലൈ ഔട്ട്പുട്ട് വരുന്നുണ്ട്. വേറെ ലോയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അത്യാവശ്യം നല്ലോണം ഡ്രൈ തന്നെ ഉണ്ട് ബോർഡ് കംപ്ലീറ്റ് ആയിട്ട്. ബേസ് ബോർഡ് ഉൾപ്പെടെ ഡ്രൈ ഉണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് റീസോൾഡർ ചെയ്യണം. ഓക്കെ. അപ്പോൾ ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് റീസോൾഡർ ചെയ്തിട്ട് റീസോൾഡർ ചെയ്തിട്ട് ഓൺ ചെയ്തിട്ട് നോക്കുക. ആ ഒരു കപ്പാസിറ്ററും കൂടെ മാറ്റണം. അത് ഈ പവർ സപ്ലൈ ഔട്ട്പുട്ടിൽ വരുന്നൊരു കപ്പാസിറ്ററാണ്, അത് മാറ്റണം. മാറ്റിയിട്ട് ഓൺ ചെയ്തിട്ട് നോക്കാം. ഈ പവർ സപ്ലൈ, അതായത് പവർ LED ഇങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നത് ചിലത് 1 ടൈം ബ്ലിങ്കിങ് ആയിരിക്കും, ചിലത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും, ചിലത് ഒരു 2-3 പ്രാവശ്യം ബ്ലിങ്ക് ആവും. അപ്പോൾ ഈ കപ്പാസിറ്ററാണ് മാറ്റുന്നത്, 16 വോൾട്ട് 1000 mF. അപ്പോൾ ഇങ്ങനെ പവർ LED ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട് LG തന്നെ. പിന്നെ ഡ്രൈ മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്, അതല്ലാതെ തന്നെ ആ ഒരു കപ്പാസിറ്റർ മാത്രമായിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ ആ കപ്പാസിറ്റർ ഇട്ടു, ഡ്രൈ സോൾഡർ, ബോർഡിൻ്റെ ഡ്രൈ സോൾഡറും കഴിഞ്ഞു. ഇപ്പോൾ അതാ ബേസ് ബോർഡ് ഡ്രൈ സോൾഡർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ടി വി ഓൺ ചെയ്ത് നോക്കണം, കംപ്ലൈൻറ്റ് കറക്റ്റ് ആയിരുന്നു. എന്തായാലും കറക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതാ റീസോൾഡറിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതാ ടി വി ഇവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. ഇതാ ഇപ്പോൾ പവർ LED ബ്ലിങ്ക് ഒന്നും ആവുന്നില്ല, സ്റ്റഡിക്ക് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി സ്ക്രീൻ വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്യാം. ഇപ്പോൾ അതാ കറക്റ്റായിട്ട് ബ്ലൂ ബാക്കും പിന്നെ അതുപോലെ തന്നെ ഗ്രെയിൻസും വന്നിട്ടുണ്ട്. അപ്പോൾ കംപ്ലയിൻസ് എല്ലാം മാറും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.